ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമ്മളിന്ന് കാവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഉമ്മയാണ് കാവ ഉണ്ടാക്കുന്നത്. ഉമ്മേൻ്റെ കാവയ്ക്ക് അഭിപ്രായം പറയാതെ താഴ്ത്ത ആരുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കാവയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇടാനായിട്ട് ശർക്കര, ചുക്ക്, ഏലക്കായ, ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ കുരുമുളക് പൊടിയും, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ചുക്ക് മാത്രം നമ്മൾ നന്നായിട്ട് ചതച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചുക്ക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, ഇതിൽ ചേർക്കാം. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചോട്ടെ, ഒരു 10-15 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പോൾ ഇതിൽ നല്ല എരിവൊക്കെ കിട്ടും. അപ്പോൾ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, എരിവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, നമുക്കിത് തൂമിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ വേണം പൊട്ടിച്ചെടുക്കാൻ. ഒരു സൈഡ് വലുത്, ഒരു സൈഡ് ചെറുതായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി നമുക്കിതിന് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മാറ്റി വെക്കാം. കോഴിമുട്ട നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാവ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നല്ല ചൂടുണ്ട്, പെട്ടെന്ന് തിളച്ചോളും. ഇനി നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഒരു നൂൽപ്പരുവത്തിൽ വരുന്നില്ലേ, ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇളക്കിയും കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട നല്ല നൈസായിട്ട് ഇതിൽ വീണോളും. നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ കാവ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കാവയാണ് ഇത്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കും ചെയ്യാം, വേണമെങ്കിൽ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് പാൽക്കാവയായിട്ട് കഴിക്കും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.